ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വളരെ ശക്തിയേറിയ നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അത് മുഴുവനും അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായും കാണണം. ലളിതാ സഹസ്രനാമത്തിലെ 285 മുതൽ 290 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 285-ാമത്തെ നാമം ആബ്രഹ്മകീടജനനി. ബ്രഹ്മാവ് മുതൽ ഒരു കീടം വരെ കൃമിപര്യന്തം സകല ജീവജാലങ്ങൾക്കും, ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജനനി, അമ്മയായിരിക്കുന്നവൾ, ദേവി എന്നർത്ഥം. ഇനി 286-ാമത്തെ നാമം വർണ്ണാശ്രമ വിധായിനി. വർണ്ണാശ്രമങ്ങളെ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെ അവരുടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് 4 വർണ്ണങ്ങളെയും ഉണ്ടാക്കിയവൾ, ദേവി എന്നർത്ഥം. ഇനി 287-ാമത്തെ നാമം നിജാജ്ഞാരൂപനിഗമ. നിഗമം എന്നാൽ വേദം. ദേവിയുടെ ആജ്ഞാരൂപങ്ങളാണ്, സ്വന്തം കൽപ്പനകളാണ് വേദങ്ങളായി പരിണമിച്ചത്. ദേവിയുടെ അരുളപ്പാടുകളാണ് വേദവാക്യങ്ങളെല്ലാം എന്നർത്ഥം. ഇനി 288-ാമത്തെ നാമം പുണ്യാപുണ്യ ഫലപ്രദ. പുണ്യത്തിൻ്റെയും അപുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും അത് എന്താണോ അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കൃത്യമായി എത്തിക്കുന്നവൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ ഫലം നൽകുന്നവൾ, കർമ്മഫലം കൊടുക്കുന്നവൾ എന്നർത്ഥം. ഇനി 289-ാമത്തെ നാമം ശ്രുതിസീമന്ത സിന്ദൂരീ കൃതപാദാബ്ജധൂളിക. ശ്രുതികളുടെ, ശ്രുതി എന്നാൽ ഇവിടെ ദേവതമാരാണ്. ഇവിടെ ദേവതമാർ എന്ന് പറയുന്നത് ശ്രുതി ദേവതമാരെയാണ്. അവരുടെ സീമന്തരേഖയിലെ സിന്ദൂരക്കുറിയായി തീർന്ന ദേവിയുടെ പാദാംബുജത്തിലെ പൂമ്പൊടിയോടുകൂടിയവൾ എന്നർത്ഥം. ഇത് എങ്ങനെയെന്നു വെച്ചാൽ, വേദങ്ങൾ ദേവിയുടെ ആജ്ഞാരൂപങ്ങളാണെന്ന് പറഞ്ഞു. ആ വേദങ്ങൾ തങ്ങളെ സൃഷ്ടിച്ച ദേവിയെ ശിരസ് നമിച്ചു കുമ്പിടുമ്പോൾ ആ സുമംഗലികളായ വേദാംഗനമാരുടെ സീമന്തങ്ങളിൽ ദേവിയുടെ പാദപത്മത്തിലെ പൊടി പതിയുന്നു. അങ്ങനെ അവർ കൂടുതൽ പുണ്യവതികളാകുന്നു എന്നർത്ഥം. ഇനി 290-ാമത്തെ നാമം സകലാഗമ സന്തോഹ ശുക്തി സമ്പുടമൗക്തിക. സകല ആഗമങ്ങൾ, എല്ലാ വേദങ്ങളുടെയും സന്തോഹം എന്നാൽ കൂട്ടം, ശുക്തി ചിപ്പി, സമ്പുടം കൈക്കുടന്ന. അപ്പോൾ വേദങ്ങളുടെ സമാഹാരം ഒരു ചിപ്പിയാണെങ്കിൽ ആ ചിപ്പിക്കുള്ളിലെ മൗക്തിക, മുത്തുമണികളാണ് ദേവി എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി രൂപിണ്യൈ നമഃ.